ഇവിടുത്തെ ഒരു ഭൂമിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം നിൽക്കും. ഈ വെള്ളം നിൽക്കുന്ന ഇവർ പ്രാദേശികമായിട്ട് പഠനം നടത്താതെ ഇവിടെ ആദ്യം ഒഴുകാനുള്ള തോടുകൾ, ഈ തോടുകളൊക്കെ അവർ നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. ഇവരെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഒഴുകി വരുന്നത് നേരെ അപ്പുറത്തേക്ക് നേരെ പുഴയിലേക്ക് ഒഴുകി പോകുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടുത്തെ ഇത് പുഴയിൽ വെള്ളം ഇവിടുന്ന് നല്ല സ്പീഡിൽ വെള്ളം പോവുകയും ചെയ്യും. പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിട്ടേൺ അടിക്കുക ചെയ്യുക. ഈ വെള്ളം ഒന്നായിട്ട് ഇവിടെ സർവീസ് റോഡിൽ കഴിഞ്ഞ മഴൻ്റെ സമയത്ത് ഫുള്ള് സർവീസ് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ ഇത് മൊത്തം ഈ വെള്ളം നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് എന്തായാലും ഈ ഒരു രീതിയിലുള്ള നിർമ്മാണം ഒരിക്കലും പ്രായോഗികമല്ല. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ കുളപ്പുറത്തു നിന്ന് ഇവിടെ ദേശീയപാത ഉണ്ട്, അരീക്കോട് പരപ്പനങ്ങാടി ദേശീയപാത. ഈ ദേശീയപാത ഇവിടെ മുറിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഇത്രയും ഒരു ബ്ലോക്ക് വരാണ്ടായ കാരണം അവിടെ ആ റോഡ് പൂർണ്ണമായിട്ട്, അതായത് പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡ് കുളപ്പുറത്ത് എത്തിയിട്ട് അത് നിർത്തി. അവിടെ നിന്ന് കുന്നമ്പുറത്ത് നിന്ന് വരുന്നത് കുളപ്പുറത്ത് മറ്റേ സൈഡിൽ നിന്നുപോയി. ആ റോഡിൽ അവിടെ ഒരു പാലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ഒരു ബ്ലോക്കിൻ്റെ ഇത് ഇവിടെ വരില്ലായിരുന്നു. കാരണം കറക്റ്റായിട്ട് അവിടെ നിന്ന് വണ്ടി തിരിച്ചു വിട്ട് അങ്ങോട്ട് പോണ ഒരു സംവിധാനമായിരുന്നു. അതായത് ഇവിടുത്തെ മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊന്നും ഇവർ പഠനം നടത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടുന്ന് നമ്മുടെ പണ്ട് ഓട്ടും കമ്പനിക്കൊക്കെ ഒരുപാട് മണ്ണ് ഇവിടെ നിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ചളിയാണ്. അത് ലോഡ് വരുമ്പോൾ എന്തായാലും ഒരു കിലോ മണ്ണിക്ക് വെള്ളം വന്നാൽ ഒന്നായിട്ട് അത് ചളിയായിട്ട് മാറുന്ന ഒരു മണ്ണാണ്. ആ മണ്ണ് എത്രയും പഠനം നടത്താതെയാണ്, ഒരു പഠനം പോലും നടത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലോക്കൽ നമ്മളെ സാധാ ഒരു പണിക്കാരുണ്ട്, നമ്മളെ ഇതൊക്കെ പടവിൻ്റെ, അദ്ദേഹം കഴിഞ്ഞ നവംബറിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കട്ട ഇങ്ങനെ ഹൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഒരു എൻജിനീയർ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. അത് ഞങ്ങൾ അത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തിരിച്ചു അവൻ കമൻ്റ് ഇട്ടു, ഒരു മഴ പെയ്തിട്ട് ഞാൻ ബാക്കി പറയാമെന്ന്. അതുപോലെ സംഭവിച്ചു. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നാണ്ട് ആ വിഷയം സംസാരിച്ചിരുന്നു.